നമസ്കാരം, മാത്തൻസ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കോഴി ഫാമിനെ പറ്റിയാണ്. അപ്പോൾ കോഴി ഫാമിനെ ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കടുത്ത ചൂട്. ഈ കടുത്ത ചൂട് കാരണം കോഴി ഫാമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രശ്നങ്ങൾ കാര്യമായിട്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കോഴി തീറ്റ എടുക്കൽ കുറയും, അതുപോലെ വെള്ളം കുടിക്കുന്നത് കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ട ഉൽപ്പാദനം വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. നല്ലപോലെ മുട്ട ഉൽപ്പാദനം കുറയും. അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്ത് കോഴികളെ എങ്ങനെ സംരക്ഷിക്കണം? അപ്പോൾ നമ്മളെ മുട്ട ഉൽപ്പാദനത്തെ ബാധിക്കുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കാം എന്നുള്ള ഒരു വിഷയത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ചൂട് കൂടുന്ന സമയത്ത് തന്നെ നമ്മൾ കൂടിനകത്തുള്ള ചൂട് ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഒന്ന് ക്രമീകരിക്കാൻ നമ്മൾ ഫാൻ ഉപയോഗിച്ചിട്ട് ചൂട് കുറക്കാവുന്നേ. ഫാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാറ്റ് കിട്ടുമെങ്കിൽ കൂടി പിന്നീട് ചൂട് കാറ്റാണ് അതിൻ്റെ അകത്ത് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല. നമുക്ക് കോഴികൾക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴിക്കൂടിൻ്റെ മേലെ വെള്ളം സ്പ്രേ ചെയ്ത് കൂടൊന്ന് തണുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നല്ല ചൂടുള്ള സമയത്താണ് ഇനിയിപ്പം വരാൻ പോകുന്നത്. മാർച്ച് ഏപ്രിൽ മാസം നല്ല ചൂടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇടയ്ക്കിടെ കോഴിക്കൂട്ടിൻ്റെ മേലെ നനക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ഒരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് മാത്രം സമയം കണ്ടെത്തേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ ആ കൂട് നല്ലപോലെ തണുപ്പിക്കാൻ പറ്റും. നല്ലപോലെ എന്ന് പറഞ്ഞാൽ ഏകദേശം AC-ന് അതേ തണുപ്പന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സംവിധാനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ മുന്നേ ഞാൻ ഒരു 7-8 വർഷം മുന്നേ കോഴി ഫാം തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചൂട് സമയത്ത് ഒന്ന് കോഴി തീറ്റ എടുക്കൽ കുറയും, പിന്നെ കോഴിക്ക് മരണം സംഭവിക്കും. നല്ല ചൂട് സമയത്താണെങ്കിൽ ഇത് വെള്ളം മാത്രം കുടിക്കുള്ളൂ. അപ്പോൾ വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ തീറ്റ എടുക്കാതെ കൊണ്ടും പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം സംഭവിക്കുന്നത് കൊണ്ടും മുട്ട ഉൽപ്പാദനം വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 100 കോഴിയിൽ നിന്ന് 30 മുട്ടയൊക്കെ കിട്ടിയ സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആരും പറഞ്ഞു തരാനും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ കോഴിക്കൂട്ടി ചെല്ലുമ്പോൾ തന്നെ കോഴികൾ ഓരോന്ന് കുഴഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അധികം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനെ പറഞ്ഞ കോഴീൻ്റെ മേലെ വെള്ളം നിടിക്കാം, അങ്ങനെയുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഓരോ ആൾക്കാർ ഇങ്ങനെ പറയുമായിരുന്നു ഫാൻ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഫാൻ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സമയം കാറ്റുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ചൂട് കാറ്റാണ്. നമ്മൾ ഏകദേശം ഒരു 12 മണി 1 മണി സമയത്തെല്ലാം നല്ലപോലെ ചൂട് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് കോഴിയിൽ ഏകദേശം ക്ഷീണം പിടിച്ച് തളർന്ന് വീഴുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിന് മുന്നേ ഇടയ്ക്ക് കോഴിക്കൂട്ടിൻ്റെ മേലെ നനക്കലും അതിൻ്റെ മേലെ ഗ്രീൻ ഷീറ്റ് കെട്ടി ഏകദേശം ഒരു ഷെയ്ഡ് കൊടുക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര വലിയ സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം ഞാൻ ഈ ഒരു വർഷം ഞാൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് ഫോഗർ സിസ്റ്റം, അതിൻ്റെ കൂടെ ഒരു ഫാനും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നല്ലൊരു കൂളിംഗ് കൂട്ടിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കിടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം. ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ട് ഈ ഒരു സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാം. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് അതിൻ്റെ അകത്ത് സംവിധാനം ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. വരും. ഇതാണ് ഫോഗർ സിസ്റ്റം. ഞാൻ ഇത് ഓൺലൈനിൽ വാങ്ങിയ സാധനമാണ്. ഇത് 10 നോസിലിൻ്റെ ഒരു ഫോഗറാണിത്. 10 നോസിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നോസിൽ എന്ന് പറയുന്ന സാധനം. ഇത് ചെറിയത്, ഇതാണ് നോസിൽ എന്ന് പറയുന്നത്. ഇതുപോലത്തെ 10 എണ്ണ ഉണ്ടാവുക, 10 നോസിൽ. ഇത് 2 എണ്ണമാണ്. ഞാനിത് ടീയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ്. 2 നോസിലാണിത്. ഇതിപ്പോൾ ഈ ഫോഗർ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം നമ്മുടെ വെള്ളം ഇതിനാവശ്യമാണ്. വെള്ളം ഇത് ചെയ്യുന്നത് വെച്ചാൽ സാധാരണ ടാപ്പിൽ ഇതുപോലെ ഒരു ടാപ്പ് സെറ്റ് ചെയ്യുക. ടാപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം അതിന് വെള്ളം ഇത് ഫിൽറ്റർ വഴി ഇതൊരു പമ്പാണ്, ഈ പമ്പിലേക്ക് വരുവാ. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈമർ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എത്ര മിനിറ്റിലാണ്, ഇപ്പോൾ ഇതിൽ 1 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ അല്ല എത്ര വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ടൈമർ സെറ്റ് ചെയ്താൽ മതി. ഈ ടൈം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ 10 മിനിറ്റ് കൂടും 10 മിനിറ്റ് കൂടും 10 മിനിറ്റിൽ ഓൺ ആവുകയും 10 മിനിറ്റ് ഓഫ് ആവുകയും ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ ടൈമർ സെറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് ആകുമ്പോൾ ഇത് ഓണായി കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇത് വർക്ക് ചെയ്യും. 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫ് ആവുകയും ചെയ്യും. അത് ഈ 10 മിനിറ്റിൽ ഓണാകുന്ന സമയത്ത് തന്നെ നല്ല കൂളാണ് ഇതിൻ്റെ അകത്തുണ്ടാകുന്നത്. ആ കൂളിനെ ഈ കൂട് മൊത്തം സ്പ്രെഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട്.
ഈ ഫാനിൻ്റെ നേരെ മേലെയാണ്, നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഫോഗർ ഇതിൻ്റെ നോസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓണാകുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഓണാക്കി കാണിച്ചു തരാം. ഇത് ഓണാകുന്ന സമയത്ത് ഈ കൂട് മുഴുവൻ നല്ല കൂളായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ വളരെ നൈസായിട്ടുള്ള വെള്ളമാണ് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യുന്നത്. ആ സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഫാനും കൂടി ആകുമ്പോൾ നല്ലപോലെ കൂളുണ്ടാവും. നല്ല കൂളെന്ന് വെച്ചാൽ കോഴിക്ക് അത്ര വലിയ ക്ഷീണം ഉണ്ടാകുന്നില്ല, നല്ലൊരു തണുപ്പാണ് ഈ കൂട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ കൂട്ടിൽ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു. ഈ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം മുട്ട ഒരു പകുതിയോളം കുറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. മുട്ട ഉൽപ്പാദനം പകുതിയോളം കുറയായിരുന്നു. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം. ഇപ്പോൾ ടൈം ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി കഴിഞ്ഞു. ഇപ്പോൾ ഓണായി കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ ഫാന് ഓണാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് സ്പ്രെഡാകും. ഇപ്പോൾ ഫാൻ ഓഫ് ആക്കിയിരിക്കുന്നത് ഇപ്പോൾ സൗണ്ട് കേൾക്കാതെ ഉണ്ട്. അത് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ 10 മിനിറ്റ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. 10 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ സമയത്ത് ഇതിപ്പോൾ ഫാൻ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫാൻ എല്ലാ ഏരിയയിലേക്കും ഇത് നല്ലപോലെ ഈ വെള്ളത്തിന് വളരെ മൈന്യൂട്ടായിട്ടുള്ള വെള്ള സ്പ്രേ ആണ്. ഇത് എല്ലാ ഏരിയയിലേക്കും ഇത് വെള്ളം സ്പ്രെഡ് ചെയ്ത് ഈ കൂള് ആക്കുന്നതായിരിക്കും ഇതിനെ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭമാണ്. നമ്മളിപ്പോൾ രാവിലെ അതിൻ്റെ സമയം ഏത് സമയത്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ 10 മണി മുതലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ മതിയെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമർ അതുപോലെ സെറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ സമയം നമ്മൾ ടാങ്കിലപ്പം വെള്ളം ഉണ്ടായിരിക്കണം. കറണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇത് ഓണായിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ 10 മിനിറ്റ് എത്ര സമയമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം, ആ സമയത്തിന് കണക്കായിട്ട് ഇത് ഓണാവുകയോ ഓഫാവുകയും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളിപ്പോൾ ഇതിന് നോക്കി ഇവിടെ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നല്ലൊരു കൂളാണ്. ഞാനിപ്പോൾ ഇവിടെ വെച്ചതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് നല്ലൊരു കൂളാണ് ഈ കൂട്ടിനകത്ത് ഉണ്ടാകുന്നത്. ചൂട് ഇപ്പോൾ കോഴീനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ചൂട് സമയത്താണ് കോഴി വല്ലാതെ ഈ മേലോട്ട് നോക്കിയിട്ട് വായ പൊളിച്ച് നിൽക്കുക ചെയ്യാം. ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഈ കോഴികളൊക്കെ. ഒരു ക്ഷീണോ കാര്യം ഒന്നുമില്ല ഇതിനകത്ത്. അതുപോലെ മുട്ട ഉൽപ്പാദനത്തിന് എനിക്ക് ഇതുവരെ ബാധിച്ചിട്ടില്ല ചൂട് കാരണം. ഈ സെറ്റ് ചെയ്തതിന് ശേഷം നല്ല എന്ന് വെച്ചാൽ ഒരു സംതൃപ്തി ഉണ്ട്. ഈ കൂടിൻ്റെ അകത്ത് കയറുമ്പോൾ ചൂടും ഇല്ല, അതുപോലെ നമുക്ക് മുട്ട ഉൽപ്പാദനത്തിനെ ബാധിക്കുന്നില്ല. അതേപോലെ കൃത്യമായിട്ട് തീറ്റ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ മറ്റുള്ള അസുഖങ്ങളൊന്നുമില്ല. ഈ ചൂട് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അഭിമുഖീകരിക്കുന്നത് ഈ ഒരു കാരണത്താണ്. കോഴിക്ക് ക്ഷീണം പിടിക്കുന്നു, മുട്ട ഉൽപ്പാദനം കുറയുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ 10 നോസിലാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോസിലിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ വെള്ളം സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഇത് കുറയുക, ഫോഴ്സ് കുറയും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഒരു 10-11 അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട. ഒരു 10 നോസിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കൂടിനകത്ത് എന്ന് വെച്ചാൽ 10 നോസിൽ ഇപ്പോൾ 160 കോഴീൻ്റെ ഒരു ഗേജുള്ളൊരു കൂടാണിത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2 നോസിലും ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒരു ഫാനും. അതുകൂടാതെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ താഴത്തെ ഇതിൻ്റെ അകത്ത് കോഴികളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 1, 2, അതുപോലെ 3, 2, 5, 7 നോസിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പം 2 വേറെ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ താഴെയും ഈ ഒറ്റയൊന്നും കൊണ്ട് തന്നെ നമുക്ക് താഴെയും നല്ലപോലെ കൂളാക്കി എടുക്കാൻ പറ്റും. അതും കാണിച്ചു തരാം. ഇതിപ്പോൾ 10 നോസിലിൻ്റെ ഫോഗർ മേലെയും വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ താഴെയും വർക്ക് ചെയ്യുന്നുണ്ട്. താഴെ ഇപ്പോൾ ഇതിനകത്ത് നോസിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കൂളാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ വെള്ളത്തിൻ്റെ ചെറിയ കണികകൾ ഇങ്ങനെ എല്ലാ ഏരിയയിലും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ഫാന് വേണം, അതേപോലെ നോസിൽ ഇതേപോലെ അടുപ്പിച്ച് സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഫാൻ ഉണ്ടാകുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലേക്കും സർക്കുലേറ്റ് ചെയ്യും ഇത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്താണ് ആ ഒരു സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അത് പിന്നെ അടിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്താണെങ്കിൽ ആ ഏരിയ മൊത്തം നല്ലപോലെ വെള്ളം ഉണ്ടാവും. ഇതുപോലെ ഫാന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ കൂടിനകത്ത് മൊത്തം ഇത് സ്പ്രെഡ് ചെയ്ത് എല്ലാ മുക്കിലും മൂലയിലും നല്ലൊരു കൂളിംഗ് ഉണ്ടാവും. അതുകൊണ്ട് കോഴികൾക്ക് ഒരു ക്ഷീണവും ഉണ്ടാകുന്നില്ല. നല്ലൊരു സുഖമാണ്. എ സി എയർ കണ്ടീഷൻ റൂമിൽ കയറിയതിനെക്കാട്ടിയും തണുപ്പുണ്ട് ഇപ്പം ഞാനിതിൻ്റെ അകത്ത് ഈ നിൽക്കുന്ന സമയത്ത്. ഇപ്പം പുറമെ നല്ല ചൂടാണ്, നല്ല വെയിലാണ്. എന്നാലും നമുക്ക് ഈ കൂടിനകത്ത് കയറുന്ന സമയത്ത് ഇത് മേലെ ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. വലിയ മുടക്ക് മുതലില്ലാതെ മീൻകുളത്തിൻ്റെ പഴയ ഷീറ്റ് എടുത്ത് ചെയ്തതാണ് ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ലപോലെ ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ചൂടെന്ന് പറഞ്ഞൊരു സംഭവമില്ല. ചൂടുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
ഇപ്പം നല്ലൊരു കോഴികൾക്കെല്ലാം നല്ലൊരു സുഖമുള്ളൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഇതിനകത്തുണ്ട്. അതേപോലെ ഈ എയർ കൊണ്ട് നമ്മൾ ഇതിനകത്തും കോഴികളുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ലപോലെ കൂള് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒറ്റ ഫാൻ കൊണ്ട് തന്നെ മൊത്തം ഈ ഏരിയ മുഴുവൻ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ താഴെയും മേലും ഒറ്റ ഫോഗറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫോഗറിന് ഏകദേശം 3000 ചില്ലറ റുപ്യ വിലയുണ്ട്. അതിലൊരു ഫാനിന് ഒരു 2000 റുപ്യ, മൊത്തം 5000 റുപ്യേനെ കൊണ്ട് നിങ്ങൾക്ക് കാര്യം നടക്കും. അതാണ് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ ചിന്തിക്കാൻ വേണ്ട. നിങ്ങൾക്ക് ഇവിടെ പോകണമെങ്കിൽ പോകാം. അത് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഇതിൻ്റെ മേലെ വെള്ളം ഇങ്ങനെ പൈപ്പ് വെച്ച് വെള്ളം അടിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 11 മണിക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 12 മണിക്ക് വീണ്ടും അടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്ക് അടിക്കണം. അപ്പോൾ ഇടക്കിടക്ക് ഇത് തന്നെയായിരുന്നു പണി. ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് സമയം ലാഭമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പിന്നെ ചൂടിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഈ കൂട്ടിൽ ഈ 2 കൂട്ടിൽ സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ അപ്പുറത്തെ 2 കൂട്ടിലും സെറ്റ് ചെയ്യേണ്ടത്, അതും കൂടെ കാണിച്ചു തരാം. ഈ കൂടിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വിറക് വരേൻ്റെ മേലെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നല്ല ചൂടാണ് മുന്നേ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഞാൻ ഫസ്റ്റ് ചെയ്ത ഒരു കോഴിക്കൂടാണിത്. ആദ്യം ഒരു 100 കോഴീൻ്റെ കൂടാണിത്. ഇപ്പോൾ അതിന് ശേഷമാണ് ഞാൻ മറ്റുള്ള കൂടുകളൊക്കെ സെറ്റ് ചെയ്തത്. ഇതിനകത്ത് ഭയങ്കര ചൂടായിരുന്നു. ഇതിന് മേലെ 2ാമത്തെ നിലയിലായതുകൊണ്ട് തന്നെ വെച്ചാൽ ഭയങ്കര ചൂടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സാധനം സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഫാൻ രണ്ടും കൂടി ആയതുകൊണ്ട് വെച്ചാൽ നല്ല കൂളാണ്. കോഴിക്ക് നല്ല കൂടുണ്ട്. പിന്നെ താഴെ വേറൊരു കൂടുണ്ട്. ആ കൂടിനകത്തും ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പൈപ്പ് വെച്ചിട്ട് ആ കൂടിലും പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തീരെ ചിലവ് കുറഞ്ഞൊരു സംഭവമാണ് മിനി സ്പ്രിംഗ്ലർ വെച്ചിട്ട് കൂടിൻ്റെ മേലെ ഒന്ന് പിന്നെ ഷീറ്റ് നനച്ച് ഒന്ന് കൂളാക്കുക എന്നുള്ള സംവിധാനം. അത് ഇതേപോലെ ഒരു പൈപ്പിൻ്റെ അകത്ത് നിങ്ങൾ പൈപ്പ് എടുത്തതിന് ശേഷം ഈ കൂടിൻ്റെ മേൽഭാഗത്ത് മിനി സ്പ്രിംഗ്ലർ വാങ്ങാൻ കിട്ടും. അതിനകത്ത് ഒരു 10 റുപ്യ താണ വില മാത്രമേ ഉള്ളൂ. അത് പൈപ്പ് വെച്ചിട്ട് പിന്നെ ട്രിപ്പറിൻ്റെ പൈപ്പ് വെച്ചിട്ട് അതിന് പിന്ന് ചെയ്തിട്ട് ഈ വെള്ളം നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കൂടിൻ്റെ മേലെ ഇങ്ങനെ നനഞ്ഞുകൊണ്ടേയിരിക്കും. അത് നനഞ്ഞതിന് ശേഷം പിന്നെ കൂട് ഷീറ്റ് നല്ലപോലെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൂട് കുറയുന്നു. പക്ഷെ അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെന്ന് വെച്ചാൽ ആ ഷീറ്റിൻ്റെ നനവ് കുറയുന്ന സമയത്ത് തന്നെ ചൂടാകാൻ തുടങ്ങും. അല്ല പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയും വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് പൈസ ചിലവുണ്ട്. പൈസ എന്ന് വെച്ചാൽ ഫസ്റ്റിലുള്ള ചിലവ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതിന് മെയിൻ്റെനൻസ് നമ്മളിപ്പോൾ ഏകദേശം ചൂട് സമയത്തുള്ള ഒരു 2-3 മാസത്തെ കാര്യമാണത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ മഴക്കാലം വരികയാണെങ്കിൽ ഇത് നല്ലപോലെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഉപയോഗിക്കാവുന്നതാണ്. മറ്റേതാകുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറും പൈപ്പിൻ്റെ വില മാത്രമേ വരുന്നുള്ളൂ. മറ്റേ മാനുവലായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുക്കണം. ഇപ്പോൾ അതും വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. അതിന് ഓട്ടോമാറ്റിക് ടൈമറൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് വാൾവൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് വാൾവിന് വിലയുണ്ട്. ഓട്ടോമാറ്റിക് വാൾവ് ആക്കുകയാണെങ്കിൽ അതിന് റേറ്റ് വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ചെറിയൊരു സംരംഭമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ മതി. മിനി സ്പ്രിംഗ്ലർ വെച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് പിന്നെ മേലെ എന്തെങ്കിലും ഷെയ്ഡ് നെറ്റാറ്റം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂട് കിട്ടും. അധികം വലിയ ചൂടില്ലാതെ ഡയറക്റ്റ് സൂര്യൻ്റെ ഇത് അടിക്കുന്നതിന് പകരം കുറച്ച് കൂടൊന്ന് കൂളായി കിട്ടും. അപ്പം മിനി സ്പ്രിംഗ്ലർ ഞാൻ ആദ്യം ചെയ്ത സംഭവമാണ്. അതൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം മിനി സ്പ്രിംഗ്ലറിലൂടെ നല്ലപോലെ വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊരു 5 മിനിറ്റ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല കൂളായിരിക്കും കൂടിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഷീറ്റ് ചൂടാകുന്നതിനനുസരിച്ച് ഇത് ഓണാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പൈസ ചിലവ് വരുന്നില്ല. പക്ഷേ ഇത് ഫോഗർ സിസ്റ്റം ആകുമ്പോൾ കുറച്ച് പൈസ ചിലവാകുന്നുണ്ട്. ഏകദേശം ഒരു 3000 റുപ്യോളം ഫോഗറിന് ആകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കോഴി ഫാം, അതുപോലെ മുയലിൻ്റെ ഫാം, പിന്നെ കാടയുടെ ഫാം, അതുപോലെ പശുവിൻ്റെ ഫാമിൽ ഉപയോഗിക്കാം, പന്നി ഫാമിൽ ഉപയോഗിക്കാം, പോത്തിനെ വളർത്തുന്നവർക്കും ഇതൊക്കെ ഇതുപോലുള്ള ഫാമുകളിലൊക്കെ ഇതുപോലെ ചൂടിന് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ സിസ്റ്റങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഉപകാരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാവുന്നതാണ്. ഞാനിവിടെ ചെയ്യുന്ന വീഡിയോകളൊക്കെ എൻ്റെ ഫാമിൽ ചെയ്ത് വിജയിച്ചിട്ടുള്ള സക്സസ് ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, നാട്ടുകാരിൽ എത്തിക്കുന്നുള്ളൂ. അല്ലാതെ പിന്നെ ഞാൻ ചെയ്യാത്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ചെയ്ത് വിജയിച്ചത് മാത്രം ഞാൻ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇനിയും കുറേ വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എനിക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും നന്ദി, നമസ്കാരം.